ഹലോ മച്ചമാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കവൽ പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ്. ഞായറാഴ്ച ദിനത്തിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് വരുന്നത്. ഇതുവരെ വൈകുന്നേരം 5 മണി വരെ വന്ന ട്രാക്ഡ് കളക്ഷൻസ് പ്രകാരം 1,26,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. 1232 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. 75,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റപ്പോൾ 22% സിനിമയുടെ ഒക്യുപ്പൻസിയെ കാണിക്കുന്നത്. അതായത് കേരളത്തിൽ മൊത്തം 14,000 മുകളിലുള്ള ഷോകളാണ് ഇതുവരെ 10 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്കായി നടന്നതായിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതിന് മുകളിലുള്ള ഷോകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. 16,80,000 മുകളിലുള്ള ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്നു. ഓവറോൾ ശതമാനം 42 എന്നുള്ളതും 27,17,00,000 രൂപയാണ് ട്രാക്ഡായിട്ട് കേരള കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് സിനിമ 33 കോടിയിലേക്ക് എത്തുന്നു ഇന്നത്തെ ദിവസത്തോടെ. ഇന്ന് സിനിമയുടെ എക്സ്പെക്റ്റഡ് 2,25,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഇന്നലെ സിനിമയ്ക്ക് വന്നത് 2,11,00,000 രൂപയോളമായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അതായത് 71,68,00,000 രൂപ എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നത്തേതോടെ കൂടി സിനിമ 76 കോടി അല്ലെങ്കിൽ 77 കോടിയിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ്. ഇന്ന് ബാംഗ്ലൂർ എടുത്താലും തമിഴ്നാട് എടുത്താലും ചെന്നൈ എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതും അമ്മാതിരി കൊടൂര തൂക്കാണ്. അതുപോലെ തന്നെ വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ ഗൾഫ് മേഖലയിലും അതിഗംഭീരമായിട്ടും അതിശക്തമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ്. വെള്ളിയാഴ്ച മാത്രമായി 1.25 കോടി നേടിയ ചിത്രം ഗൾഫ് മേഖലയിൽ നിന്ന് ഈ 3 ദിവസം കൊണ്ട് ഏകദേശം 5 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഗംഭീര ഹോൾഡാണ് സിനിമയ്ക്ക് രണ്ടാം വാരവും എല്ലാ സ്ഥലങ്ങളിലും എന്നുള്ളതാണ്. ഈ 18-ാം തീയതിക്ക് മുമ്പോടിയായി സിനിമ 80 കോടിയിലേക്ക് കയറുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുന്നു. ഇനി മമ്മൂട്ടി കമ്പനി ലോങ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സിനിമ 100 കോടിയിലേക്കും കയറും. ഇന്ന് വരെ സിനിമ കാണാത്ത മമ്മൂട്ടി ഫാൻസോ അല്ലെങ്കിൽ സാധാരണക്കാരോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്ത് നോക്കാം. ഇത്ര മികച്ച ഒരു അഭിനയം നിങ്ങളുടെ ജീവിതത്തിൽ മലയാള സിനിമയിൽ വേറെ ഒരു നായകനിൽ നിന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പ് തരാം. ഒപ്പം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു നല്ല ക്രൈം ത്രില്ലർ അങ്ങനെയുള്ള ഒരു സിനിമ. ഒരുപക്ഷെ നിങ്ങൾ 5-ാം പാതിര പോലെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി സൂപ്പറായിട്ടുള്ള ഒരു ചിത്രമെന്ന് ഗ്യാരണ്ടി നൽകാവുന്ന ചിത്രം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. താങ്ക് യു ബ്രോസ്.